ലോക ഫുട്ബോൾ മത്സരത്തിലെ ഉദ്ഘാടന ചടങ്ങിനിടെ പുറത്തെ മെക്സിക്കൻ കുടുംബങ്ങളുടെ പ്രതിഷേധ പ്രകടനം നടന്നല്ലോ. എന്തായിരുന്നു പ്രശ്നം? SKN ഒരുപക്ഷെ മെക്സിക്കോയിൽ അടുത്ത കാലത്ത് വലിയ ലഹരി വിരുദ്ധ വേട്ട നടന്നിരുന്നു. അവിടുത്തെ ഭരണകൂടം ഇടപെട്ട് ഒരുപക്ഷെ ഇവിടെ നമ്മൾ തൂഫാനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ലഹരി വിരുദ്ധ വലിയ വേട്ട നടന്നു. അതിനുശേഷം 800 പേര് ലഹരി വിരുദ്ധ വേട്ടയുടെ പേരിൽ 800 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. അവരെവിടെയുണ്ടെന്നോ അവർ കൊല്ലപ്പെട്ടോ ഒന്നും പറയുന്നില്ല. ഇതേ ചൊല്ലി അവരുടെ കുടുംബാംഗങ്ങൾ, ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾ ഈ മെക്സിക്കോയിലെ ഉദ്ഘാടന വേദിയിൽ കോടിക്കണക്കിന് ആൾക്കാരാണ് ടി വിയുടെ മുമ്പിലിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പ്രതിഷേധ പ്രകടനവുമായി എത്തി. അവരും പോലീസുമായിട്ട് ഏറ്റുമുട്ടി, അവരെ പിടിച്ചുകൊണ്ടുപോയി. അത് ചർച്ച വന്നിരിക്കുന്നു. മെക്സിക്കോയിൽ നടക്കുന്ന വേട്ടയിൽ എതിരാളികളെ കൂടി പിടിച്ചുകൊണ്ടുപോയി തടങ്കലിലിട്ടു, പലരും കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും SKN വലിയ രീതിയിൽ ലോകം മുഴുവൻ മെക്സിക്കോയിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ടിരിക്കുക. മെക്സിക്കോയിൽ മാത്രമല്ല, ഇനി അമേരിക്കയിലും കാനഡയിലൊക്കെ മത്സരങ്ങൾ നീണ്ടുപോവുകയാണെന്ന്. കാനഡയിലെ ടൊറൻറ്റോയിൽ മത്സരമുണ്ട്. അപ്പോൾ ലോക താരങ്ങളൊക്കെ അണിനിരക്കുന്ന വേദികളിൽ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഇനി അരങ്ങേറാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ SKN ഇറാന്റെ ടീം മെക്സിക്കോയിലാണ്. അവർക്ക് അമേരിക്കയിലേക്ക് കളിക്കാൻ വേണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇറാന്റെ ടീം അവർ രഹസ്യമായി അവരുടെ ക്യാമ്പിലിരുന്നാണ് കളി കണ്ടതെന്ന് പറയുന്നു. അവർക്ക് നേരിട്ട് പോകാൻ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം സാധിച്ചില്ല എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി ഒളിച്ചും പാത്തും ആരെങ്കിലും പോയോ എന്നറിയില്ല. എന്തായാലും മെക്സിക്കോയിലും കാനഡയിലും മാത്രമേ അവർക്ക് കളി നേരിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം അമേരിക്കയിൽ അവർ കളിക്കാൻ വന്നാൽ, ഇപ്പോൾ അവർ 15-ാം തീയതി ലോസ് ഏഞ്ചൽസിൽ കളിച്ചാൽ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ചു പോകണം. അതിനിടയിൽ യുക്രൈൻ റഷ്യൻ യുദ്ധം രൂക്ഷമായി തുടരുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.